നേപ്പാളിൽ റസുവയിലും സമീപ ജില്ലകളിലും ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്നുപോയി. ബഹുനില കെട്ടിടങ്ങളും മണ്ണിനടിയിലാക്കിയത് മിന്നൽ പ്രളയമാണ്. അത് ഭീതിയോടെ ഓർത്തെടുക്കുകയാണ് പ്രദേശവാസികൾ. ഭക്ഷണവും അവശ്യ സാധനങ്ങളും എല്ലാം ഇട്ടെറിഞ്ഞാണ് നൂറുകണക്കിന് ആളുകൾ ജീവൻ കയ്യിൽ പിടിച്ചോടി രക്ഷപ്പെട്ടത്. നുവാക്കോട്ടയിലെ വ്യാപാര കേന്ദ്രത്തിൽ നിന്നും റിപ്പോർട്ടർ സംഘം ചേരുകയാണ്. ഫോർട്ടിക്കൊച്ചി നദിക്ക് സമീപമുള്ള പല ഗ്രാമങ്ങളും മാർക്കറ്റുകളും ഒലിച്ചുപോയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന നുവാക്കോട്ട് മേഖലയുടെ ഒരു ലോഡ്ജാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഒരു ലോഡ്ജായിരുന്നു. ഇവിടെ ആളുകൾ വന്ന് താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോഡ്ജ്. അതിൻ്റെ സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അല്പം ഭേദമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നാമാവശേഷമായ പല മാർക്കറ്റുകളും നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിരുന്നു. ചില കട്ടിലുകളൊക്കെ ഇവിടെ കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എത്രയോ അടി ഉയരത്തിൽ ചളി നിറഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കുറച്ച് കസേരകൾ കിടക്കുന്നത് കാണാം. ഇവിടെ ആവശ്യത്തിനൊക്കെ ആയി കൊണ്ടുവന്ന കസേരകളാണ് എന്നാണ് പറയുന്നത്. ഈ പല സാധനങ്ങൾ ഇവിടെ കിടക്കുന്നത് കാണാം. പെയിൻറ്റ് പാട്ടകൾ കാണാം. ഇവിടെയൊക്കെ കടകൾ ഉണ്ടായിരുന്നു. ആ കടകളിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങിയ സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇത് എത്രയോ അടി ഉയരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ചെളി നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലോറിയാണ് കുറച്ച് ദൂരെ മാറിക്കിടക്കുന്നത് എന്നവർ പറയുന്നുണ്ട്. കുറച്ച് ദൂരേക്ക് ലോറി ഒലിച്ചുപോയി എന്നാണ് പറയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടാണിത്. ഇവിടെ പണിക്കുണ്ടായിരുന്ന ഒരു ആളാണ്, നേപ്പാളിയാണ്. ये क्या हालत था, क्या था यहाँ लॉज था? ये बहुत निमन था. ये लोग बहुत मार्केट निमन था. उधर मकान था 5 तला तक. उधर भी काम चल रहा था. वो आते मतलब पहले सोता में वही गया. उसके बाद बहुत हमने भी काम किया 10 मिनट. അതായത് 3-4 നിലകളുണ്ടായിരുന്ന കെട്ടിടമാണ് ഈ വശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. യഹേക്ക് മുർഗി കാ ലോറി था. मुर्गी के दाना, मुर्गी के बच्चा आता था तो वो गाड़ी इधर था खड़ा. वो गाड़ी उधर चला गया था. आया जन गाड़ी एक झोंक में चला गया. അതിൽ ആ ദൃശ്യം ഒന്ന് കാണിച്ചു കൊടുത്താൽ, അതായത് ഇവിടെ ഇട്ടിരുന്ന കോഴി കൊണ്ടുവന്ന ഒരു ലോറി ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അങ്ങ് അപ്പുറത്ത് ഒരു ചെറിയൊരു ദൃശ്യം അങ്ങനെ കാണിക്കാൻ കഴിയുമെങ്കിൽ എത്ര ദൂരെയാണ് പോയി കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൃശ്യങ്ങളിലേക്ക് സൂം ചെയ്ത് പോയാൽ അവിടെ ഒരു ലോറി കിടക്കുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ലോറി ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദൂരെ, എത്ര 100-200 മീറ്റർ അപ്പുറത്തേക്ക് ഈ ലോറി ഒലിച്ചു പോയി എന്നാണ് പറയുന്നത്. ഒരു ലോറി കുത്തനെയും കിടക്കുന്നുണ്ട്. ഏതായാലും അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ കൈസെ ഭാഗാ ഭായി यहाँ से भागा. पुलिस ले हम लोग 10 मिनट पहले बोल के भागा. दहा 10 मिनट पहले हमने भागे. अम्मा थी पहाड़ पर चला गया. हम लोग नहीं भागता, हम लोग भी दबा जाता इधर. അതായത് ഇവിടെ നിന്ന് ജോലി ചെയ്യായിരുന്നു. അപ്പോഴാണ് പോലീസ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന്. അങ്ങനെ ഇവർ അവിടെ നിന്ന് ഓടി ഇതിൻ്റെ മുകളിലേക്ക്, ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അതായത് കിലോമീറ്ററുകൾ അകലെ വരെ ഇത് പ്രളയമുണ്ടായി. കിലോമീറ്റർ അകലെ വരെ ഇത്രയും പ്രശ്നമുണ്ടായി, ഇത്രയും ആഘാതം ഈ നേപ്പാളിനെ പിടിച്ചു കുലുക്കി എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. ഇവിടെയൊക്കെ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത് മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്.